പ്രണയാഗ്നി ആൻ എറ്റേണൽ ലവ് ഭാഗം 53. മുറ്റത്ത് നിൽക്കുന്ന ആളെ കണ്ടതും അവൾക്ക് സന്തോഷമാണോ സങ്കടമാണോ ദേഷ്യമാണോ വന്നത് എന്ന് തിരിച്ചറിയാനാകുന്നില്ലായിരുന്നു. ഒരു വേള ആ നിമിഷം എങ്ങനെ പെരുമാറണം എന്ന് പോലും അവൾക്ക് നിശ്ചയമില്ലായിരുന്നു. എന്താ വന്നത്? ഉള്ളിൽ 1000 ചിന്തകൾ നുരഞ്ഞു പൊന്തുന്നുണ്ടെങ്കിലും അവൾ അവരോട് ചോദിച്ചു, ദേവൂട്ടി മോളെ. അവർ അവളെ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും വിളിച്ചു. അവരുടെ ശബ്ദം പതറിപ്പോകുന്നത് കണ്ടതും അവൾക്കും അതുള്ളിൽ സങ്കടം തോന്നിച്ചു. അവരങ്ങനെ വിളിച്ചിട്ട് അവൾ അവിടെ നിന്ന് അനങ്ങിയില്ല. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആരതിയെ അവൾ മനഃപൂർവ്വം കണ്ടില്ലെന്ന് തന്നെ നടിച്ചു. ആരാ ദേവൂട്ടി ഇത്? എനിക്ക് ആളെ വേണ്ടത്ര മനസ്സിലായില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു നിൽക്കുന്നതിൻ്റെ ഇടയിൽ അപ്പച്ചി അവളോട് ചോദിച്ചു, അപ്പച്ചി, ഇത് നെല്ലിശ്ശേരിയിൽ എൻ്റെ വീടിനടുത്തുണ്ടായിരുന്നവരാണ്, പ്രഭാൻ്റെയും ആരതി ചേച്ചിയും. അപ്പച്ചിക്ക് മനസ്സിലായോ? തീർത്തും 2 അപരിചിതരെ പരിചയപ്പെടുത്തി കൊടുക്കും പോലെയാണ് അവൾ അവരെ അപ്പച്ചിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. പറഞ്ഞു കേട്ടപ്പോൾ തന്നെ അപ്പച്ചിക്ക് ആളുകളെ മനസ്സിലായി. ഇങ്ങനെ വന്ന കാലിൽ തന്നെ അവരെ നിർത്താതെ അവരെ അകത്തേക്ക് കയറ്റിയിരുത്ത് ദേവൂട്ടി. വാ, അകത്തേക്ക് കയറിയിരിക്കുക രണ്ടുപേരും. അപ്പച്ചി അവരെ അകത്തേക്ക് വിളിച്ചിരുത്തി. അതേസമയം തന്നെയാണ് മുകളിൽ നിന്നും ഡ്രസ്സൊക്കെ മാറി മഹി ഇറങ്ങി വന്നത്. ആദ്യം അവനൊന്ന് കാഷ്വലായി നോക്കി. പിന്നെയാണ് അവൻ ശരിക്കവരെ നോക്കുന്നത്. അതാരാണെന്ന ചിന്തയായിരുന്നു അവനിൽ. അവൻ സംശയത്തോടെ ദേവുവിൻ്റെ അടുത്ത് വന്ന് നിന്നു. മഹിയേട്ടാ, ഇത് ആരതി, പിന്നെ ഇത് പ്രഭാൻ്റി. നെല്ലിശ്ശേരിയിലുണ്ടായിരുന്ന വീടിൻ്റെ അടുത്തുള്ളവരാണ്. അവൾ അവനോടും പറഞ്ഞു. അവൻ സംശയത്തോടെ അവളെ ഒന്ന് നോക്കി. ഇത് അവർ തന്നെയാണോ എന്ന രീതിയിൽ. അവൾ അതേ എന്ന രീതിയിൽ തലയാട്ടുകയും ചെയ്തു. ആരതിക്കും അവളുടെ അമ്മയ്ക്കും ആകെ വല്ലായ്മ തോന്നി. അവൾക്ക് തങ്ങളോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല എന്നവർക്ക് മനസ്സിലായി. ഞാനെന്നാൽ ഇറങ്ങുവാണ് ദേവൂട്ടി. വീണ്ടും പറയാൻ വന്ന കാര്യം പോലും പറയാനാവാതെ അവർ ഇറങ്ങാനൊരുങ്ങി. പ്രഭാമ്മേ. അവരുടെ വിഷമത്തോടെയുള്ള മുഖം കണ്ടതും ദേവു അവരെ വിളിച്ചു. പ്രഭയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ദേവു വേഗം വന്നവരെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് കണ്ടപ്പോൾ എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ലായിരുന്നു. ദേഷ്യം കൊണ്ടാണ് ഇങ്ങനെ പെരുമാറിയത്. എന്നോട് ക്ഷമിക്കണം. അവൾ അവരുടെ തോളിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് തേങ്ങി. സാരമില്ല ദേവൂട്ടി. അവരവളെ സമാധാനിപ്പിച്ചു. ദേവു പ്രഭയോട് മിണ്ടിയെങ്കിലും ആരതി അപ്പോഴും കണ്ട ഭാവം നടിച്ചില്ല. എങ്ങനെ ഇങ്ങോട്ടെത്തി? എവിടെയാ നിങ്ങളിവിടെ താമസിക്കുന്നത്? അവരുടെ അടുത്ത് നിന്ന് വിട്ടുമാറി മുഖമൊന്ന് തുടച്ചുകൊണ്ട് ദേവു അവരോട് ചോദിച്ചു. നീ ഒന്ന് സമാധാനിക്ക് ദേവു. പ്രഭ അവളെ സമാധാനിപ്പിച്ചു. അവൾ അവരോട് സോഫയിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. ഞാനെന്നാ ഇറങ്ങുവാണ്, പോയിട്ട് വരാം. മഹി ഇറങ്ങാനൊരുങ്ങി. അത് കേട്ടതും അപ്പച്ചി അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കയ്യിലൊന്ന് പിച്ചി. വീട്ടിൽ ആളുകൾ വരുമ്പോൾ ആണോ പോകാൻ പോകുന്നത്? ഇവിടെ നിൽക്ക്. അവർ അവനെ ദേഷ്യത്തിലൊന്ന് നോക്കി. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് അപ്പച്ചി അടുക്കളയിലേക്ക് നടന്നു. മഹിയേട്ടാ, ഇങ്ങോട്ട് വാ. ദേവു മഹിയെ തനിക്കരികിലേക്ക് കയ്യിൽ പിടിച്ചിരുത്തി. പ്രഭാമേ, ഇതെൻ്റെ ഭർത്താവാണ്, മഹാദേവൻ. അവൾ അവനെ പരിചയപ്പെടുത്തി. അവരവനെ ഒന്ന് നോക്കി. മോനാണല്ലേ മഹാദേവൻ? ഇവിടെ കേട്ടിട്ടുണ്ട് ആളുകളൊക്കെ പറയുന്നത്, ഇടയ്ക്ക് കണ്ടിട്ടുമുണ്ട്. പക്ഷേ മോനാണതെന്ന് അറിയില്ലായിരുന്നു. പ്രഭ അവനോട് പുഞ്ചിരിയോടെ പറഞ്ഞു. അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതി മഹി വെറുതെ ചിരിച്ചു. അപ്പോഴേക്കും അപ്പച്ചി അവർക്ക് കുടിക്കാനായി ജ്യൂസൊക്കെ ആയിട്ട് വന്നു. ദേവുവിന് നല്ല രീതിയിലുള്ളൊരു ബന്ധം തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്നറിഞ്ഞതും പ്രഭയ്ക്ക് സന്തോഷമായി. പ്രഭാമ്മ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? ഞങ്ങളുടെ മുൻപ് താമസിച്ചിരുന്ന വീട് ഇവിടെ ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ നീലങ്ങോടാണ് ഞങ്ങൾ താമസിച്ചിരുന്നതെന്ന്? പ്രഭ അവളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ചോദിച്ചു. ദേവു ഒന്ന് ആലോചിച്ചുകൊണ്ട് ഓർക്കുന്നുണ്ടെന്ന രീതിയിൽ തലയാട്ടി. എന്നിട്ട് സരസ്വതി എവിടെ? ഇവിടെ എവിടെയോ തന്നെയല്ലേ നിങ്ങൾ സ്വന്തമായിട്ട് വീട് വാങ്ങിച്ചു മാറിയത്? അവളുടെ അമ്മ മരിച്ചു പോയത് അവർ അറിഞ്ഞിട്ടില്ല എന്നവൾക്ക് മനസ്സിലായി. അമ്മ മരിച്ചു 1 വർഷത്തിൽ കൂടുതലായിപ്പോൾ. അവളുടെ ശബ്ദം അത് പറയുമ്പോൾ പതിഞ്ഞു പോയി. അത് കേട്ടതും അങ്ങനെ ഒന്ന് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി പ്രഭയ്ക്ക്. അയ്യോ മോളെ, ഞാനത് അറിഞ്ഞില്ല. അവർ ക്ഷമാപണം പോലെ പറഞ്ഞു. അത് സാരമില്ല പ്രഭാമ്മേ. ദേവു മുഖത്തൊരു പുഞ്ചിരി വരുത്തി തീർത്തുകൊണ്ട് അവരോട് പറഞ്ഞു. അന്ന് അവിടെയുള്ള വീട് വിറ്റതിന് ശേഷം നിങ്ങൾ എങ്ങോട്ടാണ് പോയതെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതിനു മുന്നേ തന്നെ ഞങ്ങളും അവിടെ നിന്ന് പോയല്ലോ. പിന്നീട് ആരതിയാണ് പറഞ്ഞത് മോൾ ഇവള് പഠിപ്പിക്കുന്ന കോളേജിൽ പഠിക്കുകയാണെന്ന്. പ്രഭ പറഞ്ഞതും ദേവു വെറുതെ ഒന്ന് ചിരിച്ചു കാണിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. മോളുടെ വീട് ഇവിടെ അടുത്താണെന്ന് ഇവള് പറഞ്ഞിരുന്നു. പക്ഷേ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് കുറച്ചൊന്ന് അന്വേഷിക്കേണ്ടി വന്നു. പ്രഭാമ്മ എന്താ വന്നത്? അവൾ വീണ്ടും കാര്യം തിരക്കി. അവൾ ചോദിച്ചതും അവർ മഹിയെയാണ് നോക്കിയത്. മോളെ, അത് പിന്നെ അന്നത്തെ സംഭവത്തിന് ശേഷം വിജയേട്ടനൊരു അറ്റാക്ക് വന്ന് മരിച്ചു. ശ്രീകുട്ടൻ ജയിലിലായിരുന്നല്ലോ. 6 മാസത്തിന് ശേഷമാണ് അവൻ ഇറങ്ങിയത്. അതിനുശേഷം ഞങ്ങളെ ഒന്നും വന്ന് കണ്ടിട്ടില്ല. ഇത്രയും നാളായിട്ടും ഞങ്ങൾ എവിടെയാണ് ജീവിക്കുന്നതെന്നോ എങ്ങനെയാണ് കഴിഞ്ഞുകൂടുന്നതെന്നോ അവൻ അന്വേഷിക്കാറില്ല. ദേവു ആണെങ്കിൽ ഇതെല്ലാം ഇപ്പോൾ എന്തിനാണ് തന്നോട് പറയുന്നത് എന്ന രീതിയിൽ അവർ രണ്ടുപേരെയും മാറി മാറി നോക്കി. ഇതൊക്കെ ഇപ്പോൾ മോളോട് പറയുന്നത് എന്തിനാണെന്നായിരിക്കും ചിന്തിക്കുന്നത്.
പ്രഭ ചോദിച്ചതും ദേവു അതേ എന്ന രീതിയിൽ തലയാട്ടി. അത് പിന്നെ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. അത് പറയുമ്പോൾ അവരുടെ തല താഴ്ന്നു പോയി. ആര് വന്നിട്ടുണ്ടെന്ന്? ഇത്രയും നേരം നിശബ്ദനായിരുന്നിരുന്ന മഹിയാണ് അത് ചോദിച്ചത്. ശ്രീകുട്ടൻ. പ്രഭ ആ പേര് പറഞ്ഞതും മഹിയുടെ മുഖത്തേക്ക് ദേഷ്യം ഇരമ്പി വന്നു. മോൾക്ക് ഞങ്ങളോടൊക്കെ ദേഷ്യമായിരിക്കും എന്നറിയാം. അതുകൊണ്ടാണ് മോൾ ഇവിടെയാണ് താമസിക്കുന്നതെന്നറിഞ്ഞിട്ടും ഇത്രയും ദിവസമായിട്ടും കാണാനൊന്നും വരാതിരുന്നത്. പക്ഷേ ഇന്നലെ അവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ വരവ് അത്ര സുഖമുള്ളതായിട്ട് തോന്നിയില്ല. ഒരിക്കലും ഞങ്ങൾ ഇവിടെയുള്ള വീട്ടിൽ താമസിക്കുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ടുള്ള വരവല്ല അവൻ വന്നത്. അവൻ ഇവിടെ താമസിക്കണമെന്ന രീതിയിലാണ് വന്നത്. പക്ഷേ ഞാൻ വീട്ടിലേക്ക് കയറ്റാത്തത് കൊണ്ട് എങ്ങോട്ടാണ് പോയതെന്നൊന്നും എനിക്കറിയില്ല. എന്തുകൊണ്ടോ ഇതിവിടെ വന്ന് പറയണമെന്ന് തോന്നി. എൻ്റെ സ്വന്തം മകനാണ്. എന്നിരുന്നാലും അവൻ്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിന് അവൻ എന്താണ് ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല. ഒരിക്കൽ അവൻ മോളോട് തെറ്റ് ചെയ്തതാണ്. ഇനി വീണ്ടും അതുപോലെ അവൻ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതിവിടെ വന്ന് പറഞ്ഞത്. ഉള്ളിൽ തൻ്റെ മകനെക്കുറിച്ചോർത്ത് ഒരു സങ്കടക്കടൽ ഇരമ്പുന്നുണ്ട്. എങ്കിലും ആ അമ്മ മനം ദേവുവിൻ്റെ നന്മയെക്കുറിച്ചോർത്ത് അത് അവളോട് തുറന്നു പറഞ്ഞു. അവർ പറയുന്നത് കേട്ടതും മഹിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു കയറി. എങ്കിലും അവൻ അപ്പോൾ ഒന്നും പറയാൻ പോയില്ല. അത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് സമയം കൂടി അവളോട് സംസാരിച്ചതിന് ശേഷം അവർ പോകാനിറങ്ങി. അപ്പോഴും ആരതിയോട് സംസാരിക്കാൻ ദേവു കൂട്ടാക്കിയില്ല. എന്തോ അവളോടിപ്പോഴും ദേവുവിന് ഒരുതരം ദേഷ്യം മനസ്സിൽ ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളോട് സംസാരിക്കാൻ തോന്നിയില്ല. അവരിറങ്ങിക്കഴിഞ്ഞതും മഹി ദേവുവിനെ ഒന്ന് നോക്കി. അവന് പേടിയുണ്ടോ നിനക്ക്? അവരിറങ്ങിയതിന് പുറകെ ദേവുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് മഹി അത് മാത്രമാണ് ചോദിച്ചത്. എനിക്കെന്തിനാണ് പേടി? ഇത്രയും നാളെ ഞാൻ ഇവിടെ തന്നെയല്ലേ ജീവിച്ചത്. അവൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാനും അത്രയ്ക്ക് അങ്ങോട്ട് കുറഞ്ഞു കൊടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവളുടെ ഗൗരവത്തോടെയും അതിലുപരി ആത്മവിശ്വാസത്തോടെയും കൂടെയുള്ള മറുപടിയിൽ മഹിയുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന് കള്ളും കഞ്ചാവും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് രണ്ടുപേരും സൂക്ഷിക്കണം. രണ്ടുപേരുടെയും ഈ സംസാരം കേട്ട് അപ്പച്ചി പറഞ്ഞു. അപ്പച്ചിക്ക് അതെല്ലാം കേട്ടിട്ട് ഭയം തോന്നിയത് കൊണ്ട് തന്നെ രണ്ടുപേരോടുമായി പറഞ്ഞതാണ്. അപ്പച്ചി അങ്ങനെ പറഞ്ഞതിനെതിരായിട്ട് ഇനി കൂടുതലൊന്നും പറഞ്ഞാലും അപ്പച്ചിക്ക് മനസ്സിലാവില്ലെന്നറിയാവുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും അനുസരണയുള്ള കുട്ടികളെ പോലെ തലയാട്ടി. അതേസമയം രണ്ടുപേരും അവൻ്റെ വരവിനുള്ള കാത്തിരിപ്പിലായിരുന്നു. ഇനി എന്തെങ്കിലും നേർക്കുനേർ കാണുമ്പോൾ അവന് കൊടുക്കാനായിട്ട് കുറച്ച് സമ്മാനങ്ങൾ ദേവു ആയാലും മഹി ആയാലും കരുതി വെച്ചിട്ടുണ്ട്. അവൻ കാരണം അവൾക്കുണ്ടായ നഷ്ടങ്ങൾ വലുതാണ്. ഒരുപക്ഷെ അവൾക്ക് സ്വന്തം അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെടാനുള്ള കാരണത്തിൽ ഒരു ചെറിയ പങ്കെങ്കിലും അവനില്ലാതെയില്ല. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ അവനെ പേടിയായിരുന്നുവെങ്കിലും ഇപ്പോൾ അവനെ നേരിടാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും തനിക്കുണ്ട്. അതിനെന്തിനും ഏതിനും കൂട്ടായിട്ട് ദേവദുർഗയ്ക്ക് മഹാദേവനുണ്ടെന്ന ആത്മവിശ്വാസം അവൾക്ക് കുറച്ചൊന്നുമല്ല. അവൾക്ക് എന്തിനും ഏതിനും കൂട്ടായിട്ട് മഹാദേവൻ ഉണ്ടാകും എന്നൊരു വിശ്വാസം മാത്രം മതിയായിരുന്നു ശ്രീജിത്ത് എന്ന വൃത്തികെട്ടവനെ നേരിടാൻ. എന്നെങ്കിലും ഒരിക്കൽ അവൻ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കും എന്നുള്ളത് അവൾക്ക് ഉറപ്പായിരുന്നു. അതിത്രയും നീണ്ടുപോകും എന്ന് കരുതിയില്ല. ഞാനെങ്കിൽ ഇറങ്ങുവാണ്. രണ്ടുപേരോടുമായി യാത്ര പറഞ്ഞ് മഹി ഇറങ്ങി. അവൻ പോകുന്നത് വരെ അവൾ ഉമ്മറത്ത് നോക്കി നിന്നു. ശേഷം അകത്തേക്ക് കയറി. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് ക്ലാസ് ഇല്ല. അതുകൊണ്ട് ഇന്ന് മുഴുവൻ അപ്പച്ചിയുടെ കൂടെ നെല്ലിശ്ശേരിയിലെ വിശേഷങ്ങളും ശ്രീജിത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു സംസാരം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പച്ചിക്ക് കുറച്ച് ഭയം ഉണ്ടായിരുന്നു. എങ്കിലും ദേവുവിൻ്റെ ആത്മവിശ്വാസം നിറഞ്ഞ സംസാരത്തിൽ അതും അവൾക്ക് അവരിൽ നിന്ന് ഇല്ലാതെയാക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾ പിന്നെയും പതുക്കെ നീങ്ങിക്കൊണ്ടിരുന്നു. അന്ന് വന്നു പോയപ്പോൾ ദേവുവിൻ്റെ ഫോൺ നമ്പർ പ്രഭ വാങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടയ്ക്ക് അവളെ വിളിച്ച് സംസാരിക്കാറൊക്കെയുണ്ട്. ആരതിയോട് ദേവു ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ് പെരുമാറുന്നത്. അവളുടെ ഉള്ളിലെ ദേഷ്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ആരതിയും ഇപ്പോൾ അവളോടങ്ങനെ സംസാരിക്കാനൊന്നും ചെല്ലാറില്ലെന്നതാണ് സത്യം. ശ്രീജിത്ത് ഈ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ദേവു ആയാലും മഹി ആയാലും പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. ദേവുവിന് അവളെ സ്വയം സംരക്ഷിക്കാനുള്ള കഴിവുണ്ട് എന്നറിയാമെങ്കിലും ഇപ്പോൾ ആയതിൽ പിന്നെ മഹി തന്നെയാണ് അവളെ കോളേജിലേക്ക് കൊണ്ടുപോയി ആക്കുന്നതും കൊണ്ടുവരുന്നതും എല്ലാം. മഹിയേട്ടാ. രാത്രി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുമ്പോൾ അവൾ അവനെ വിളിച്ചു. പ്രണയവേഴ്ചയുടെ ആലസ്യത്തിൽ രണ്ടുപേരും ആകെ തളർന്ന് ഒരു പുതപ്പിൻ കീഴിൽ കിടക്കുകയാണ്. അപ്പോഴാണ് അവൾ അവനെ വിളിക്കുന്നത്. നീ എന്നെ ഇങ്ങനെ വിളിക്കല്ലേ, ഇന്നിനി നിനക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അവൻ താക്കീത് ചെയ്യും പോലെ അവളോട് പറഞ്ഞു. അയ്യേ അതല്ല. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു. പിന്നെ ഏതാണ്? അവൻ അവളുടെ നഗ്നമായ വയറിലൂടെ ഒന്ന് കൈയോടിച്ചു. ഇനി എങ്ങാനും ശ്രീജിത്ത് വന്നാൽ മഹിയേട്ടൻ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യാനാണ്? അവൻ സാധാരണ രീതിയിൽ അവളോട് തിരികെ ചോദിച്ചു. അത് കേട്ടതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഒന്നും ചെയ്യില്ലേ അപ്പോൾ? അവൾ അവനോട് വീണ്ടും ചോദിച്ചു. അവൻ അവളെ കളിയാക്കുകയാണ് എന്നവൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് അവന് മനസ്സിലായി. എന്നാൽ അവളെ ഒന്ന് കളിപ്പിക്കാമെന്ന് കരുതി അവൻ വീണ്ടും പറഞ്ഞു. പിന്നെ വേലിമേലിരിക്കുന്ന പാമ്പിനെ എടുത്ത് എന്തിനാ തലയിലിടുന്നത്? അവൻ അവൻ്റെ പാട്ടിന് പൊക്കോട്ടെ. ഞാൻ എന്തിനാ അവനെ ഓരോന്ന് ചെയ്യാൻ പോകുന്നത്?
അവൻ അങ്ങനെ പറഞ്ഞതും അവളെ നോക്കിയപ്പോൾ അവൾ എന്തോ ആലോചനയിലാണ്. അപ്പോൾ എന്നെ എന്തെങ്കിലും ചെയ്താലും മഹിയേട്ടൻ അയാളെ ഒന്നും ചെയ്യില്ലേ? അവൾ അവനോട് വീണ്ടും ചോദിച്ചു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.